ഹലോ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം. അപ്പോൾ എല്ലാവർക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പാർട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഏരിയ വരുന്നുണ്ട്. ഈ പാർട്ണർഷിപ്പ് അക്കൗണ്ടിലെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം അത് ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിലാണ് ആ ഒരു രീതി ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെ ആ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് ഇൻ പാർട്ണർഷിപ്പ് ഫേംസ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ക്ലാസ്സിൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണാം. അതോടൊപ്പം തന്നെ നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിലൊരു കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പരമാവധി ചുരുക്കി എന്നാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇൻ ദ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേംസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഗീവ്സ് ദ കമ്പൈൻഡ് ക്യാപിറ്റൽ ഓഫ് പാർട്ണേഴ്സ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അതുപോലെ തന്നെ ആ ഒരു മെത്തേഡിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ഉണ്ട്. ഇനി അത് രണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുവരെയും. അത് ഉപയോഗിച്ച് തന്നെയാണ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെയും പ്രോഫിറ്റും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കതിനെ അത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം മനസ്സിലാക്കാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേംസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഗിവ്സ് ദ കമ്പൈൻഡ് ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണല്ലോ കിട്ടുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേംസിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അവിടെ കമ്പൈൻഡ് ക്യാപിറ്റൽ ആയിരിക്കും. കാരണം പാർട്ട്നേഴ്സ് ആകുമ്പോൾ കുറേ പേരുണ്ടാവുമല്ലോ, രണ്ടിലധികം ആളുകളുണ്ടാവും. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ പേരുകളാണ് പാർട്ണർഷിപ്പ് വരിക. അപ്പോൾ ആ ക്യാപിറ്റൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് രണ്ടോ അതിലധികമോ ആളുകളുടെ ക്യാപിറ്റൽ ആയിരിക്കും. അതാണ് കമ്പൈൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. സാധാരണ പോലെ തന്നെ മാറ്റമൊന്നുമില്ല. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാം. ഇനി അങ്ങനെ ആ പ്രോഫിറ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്തതിന് ശേഷം മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റിനെ ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ആൻ അഗ്രീഡ് റേഷ്യോ. പാർട്ണർഷിപ്പ് നിങ്ങൾ +2 പഠിച്ചതായിരിക്കും. ഇപ്പോൾ പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ ആണ് അവരുടെ അഗ്രീഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ റേഷ്യോയിൽ ഈ കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറാണ് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിൽ പാർട്ണർഷിപ്പിൻ്റെ കേസിൽ ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കിത് മനസ്സിലാക്കാം. വാട്ട് ഇസ് ദ പെർഫോമ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അണ്ടർ പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിൻ്റെ കേസിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ എങ്ങനെ എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സാധാരണ രീതിയിലുള്ള സ്ഥാപനങ്ങളുടെ കേസിൽ കണ്ടിരുന്നു, കമ്പനികളുടെയൊക്കെ കേസിലുള്ള നമ്മൾ കണ്ടതാണ്. ചെറിയ രീതിയിലുള്ള സോൾ ട്രേഡർഷിപ്പുകളുടെയൊക്കെ ഫയലിനെ കുറിച്ച് നമ്മൾ കണ്ടല്ലോ. ഇനി ഇതൊരു പാർട്ണർഷിപ്പിൻ്റേതാണെങ്കിൽ എങ്ങനെ ചെയ്യും? അതേ ഫോർമാറ്റ് തന്നെ, പക്ഷെ അവിടെ ക്യാപിറ്റലിൻ്റെ ഒക്കെ എഴുതുന്നിടത്ത് ചെറിയ വ്യത്യാസം വരും. ഇവിടെ കണ്ടോ? ഇപ്പോൾ നേരത്തെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നല്ല എഴുതിയിരുന്നത്. അവിടെ എന്ത് വാക്കൂടെ വന്നു? കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അതായത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൂടെ ഒന്നിച്ചുള്ള ക്ലോസിംഗ് ക്യാപിറ്റലാണ് എടുക്കുന്നത്. അതിനോട് കൂടെ അവർ ഡ്രോയിങ്സ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഡ്രോയിങ്സിൻ്റെ കൂടെയും കമ്പൈൻഡ് ഡ്രോയിങ്സ് എല്ലാവരും കൂടെ വിഡ്രോ ചെയ്യണമെങ്കിൽ അതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. പിന്നെ ലെസ് കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കമ്പൈൻഡ് മൈനസ് ചെയ്യുന്നു. അപ്പം അതോടൊപ്പം തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമ്പൈൻഡ് ആണ്. എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് ആ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. പിന്നെ ലെസ് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അതൊക്കെ നമ്മൾ മൈനസ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് സാധാരണ പോലെ തന്നെ. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വരും. ഇനി നെറ്റ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ലെസ് അപ്രോപ്രിയേഷൻസ്, അതായത് സാലറി ഓഫ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ പാർട്ണർഷിപ്പ് ആകുമ്പോൾ ചില പാർട്ട്നേഴ്സിന് സാലറി ഒക്കെ കൊടുക്കും. ഓക്കെ, സാലറി ഉണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോ പാർട്ട്നേഴ്സും ക്യാപിറ്റൽ കൊണ്ടുവരും. ആ ക്യാപിറ്റലിൻ്റെ പുറത്ത് സ്ഥാപനം അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് അത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്. ഇത് പാർട്ട്നേഴ്സിന് കിട്ടുന്നു, അവർക്ക് വ്യക്തിപരമായിട്ട് അതൊരു ഇൻകവുമായിരിക്കും, സ്ഥാപനത്തിന് ഇത് എക്സ്പെൻസുമായിരിക്കും. ഇനി ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. സ്ഥാപനത്തിന് എക്സ്പെൻസും ഇൻകവും വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ആഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്നും അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള
പാർട്ട്നേഴ്സ് പണവും അതുപോലെയുള്ള വസ്തുക്കളോ വിഡ്രോ ചെയ്തേക്കാം, അതിന് എടുത്തുകൊണ്ട് പോയേക്കാം. അതിൻ്റെ പുറത്ത് അങ്ങനെ പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് പലിശ ഈടാക്കും സ്ഥാപനം. അങ്ങനെ കിട്ടുന്ന പലിശ സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം വരുമാനമാണ്. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തുന്നു. ആ പ്രോഫിറ്റ് പറയുന്ന പേരാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ്, ഡിവിസിബിൾ പ്രോഫിറ്റിന് നേരെ വരുന്ന എമൗണ്ട് ആണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വീതിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പ്രൊഫോമ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്, അവിടെ ക്ലിയർ ആക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ 4 ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. A, B and C were in partnership and towards the end of 2019 most of their records were destroyed by fire. A, B and C 3 പേര് പാർട്ട്നേഴ്സ് ആണ്. അവർ 2019 എൻഡ് ആയ സമയത്ത് അവരുടെ റെക്കോർഡ്സിൽ മിക്കവാറും എല്ലാ സാധനങ്ങളും ഒരു തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നശിച്ചു പോയി. ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2018 വാസ് ആസ് ഫോളോസ്. അപ്പോൾ 2019 എൻഡിലാണ് ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ അവരുടെ കയ്യിൽ മുമ്പത്തെ 2018 ഡിസംബർ ലാസ്റ്റ് ഡേയിലുള്ള അതിൻ്റെ അവസ്ഥ താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സൈഡാണ് ലാബിലിറ്റി സൈഡ്. അവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ABC 3 പേരുടെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അറിയാം, കറണ്ട് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ എന്താണ് കറണ്ട് അക്കൗണ്ട്സ്? എയുടെയും ബിയുടെയും കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും, ഇവിടെ സിയുടെ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് അല്ല ലാബിലിറ്റി സൈഡിലും, സിയുടെ കറണ്ട് അക്കൗണ്ട് അസറ്റ് സൈഡിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചുരുക്കത്തിലൊന്ന് പറയാം. ഇവിടെ പാർട്ണർഷിപ്പിൽ അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 രീതിയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ഇവർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഇവിടെ 2 അക്കൗണ്ട്സ് വരും. ഒന്ന് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ ഒന്ന് കറണ്ട് അക്കൗണ്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അത് രണ്ടും കാണാം. അപ്പോൾ ഇതിവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഈ സ്ഥാപനം ഫോളോ ചെയ്യുന്നത്. അതായത് എ എന്നുള്ള ആൾ 4500 രൂപ കൊണ്ടുവന്നിരുന്നു ക്യാപിറ്റലായിട്ട്. ഇത് ഈ എമൗണ്ട് അല്ല, ഇവർ ഈ അക്കൗണ്ടിൽ അവർ തൊടില്ല. അവർ ഒരു കാര്യവും തന്നെ ഈ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യില്ല. ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അങ്ങനെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാതെ ഈ അക്കൗണ്ടുകളിലെ എമൗണ്ടുകളിൽ മാറ്റം വരില്ല. പിന്നെ അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രോഫിറ്റും അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടുകൾ വഴിയാണ്. അപ്പോൾ ഇവിടെ കറണ്ട് അക്കൗണ്ട് എയുടെയും ബിയുടെയും പേരിൽ 155 രൂപയും 100 രൂപയുണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം അവർക്ക് അതിൽ പ്രോഫിറ്റ് ആണ് എന്ന രീതിയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ കറണ്ട് അക്കൗണ്ട് സി കാണിക്കുന്നത് 170 ആണ്. അപ്പോൾ ആ കേസിൽ സിയുടെ ഭാഗത്ത് നിന്ന് അയാൾക്ക് ലോസ് ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അത് ഇവിടെ അസറ്റ് സൈഡിലേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ 2019 എൻഡിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഡാറ്റ ഫുള്ളായിട്ട് അവൈലബിൾ അല്ല. 2018 ഡാറ്റയാണ് ഉള്ളത്. അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി 2019 കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് ഡ്യൂറിങ് 2019 ഹാവ് ബീൻ പ്രൊവൈഡഡ്. 2019 ഈ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്ത കണക്കുകൾ തന്നിട്ടുണ്ട്. 1400 രൂപ എ, 1000 രൂപ ബി, 680 രൂപ സി ഓൺ 31st December 2019. ദ ക്യാഷ് വാസ്, ഇനി അതേസമയം തന്നെ ആ വർഷത്തിൻ്റെ എൻഡിൽ ക്യാഷ് 3200 രൂപ ഉണ്ടായിരുന്നു, ഡെപ്റ്റേഴ്സ് 4025, സ്റ്റോക്ക് 5900, അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിരുന്നു 25 രൂപ, അതുപോലെ ആൻഡ് ക്രെഡിറ്റേഴ്സ് 6040 രൂപ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ മെഷീനറി 10% ഒരു വർഷം ഡിപ്രീസിയേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് 7.5% ചെയ്യണം. പിന്നെ 5% ഇൻട്രസ്റ്റ് ഈസ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ പുറത്ത് 5% പലിശ കൊടുക്കണം. അതായത് സ്ഥാപനം ആ പാർട്ട്നേഴ്സിന് നൽകണം എന്നർത്ഥം. സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസ് ആണ്. ദ പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ്, ഇനി പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന അനുപാതം തന്നിട്ടുണ്ട്. 1/2, 1/3 ആൻഡ് 1/6. അത് എയുടെ ഷെയർ വരെ 1/2, പ്രോഫിറ്റിൻ്റെ 1/2. ബിയുടേത് 1/3, പ്രോഫിറ്റിൻ്റെ 1/3. സിയുടേത് 1/6 വരും. ഇനി ഇത്ര ഡീറ്റെയിൽസ് ആണുള്ളത്. നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്. നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം ഫോർ ദി ഇയർ 2019 ആൻഡ് ദ ഡിവിഷൻ ഓഫ് ദ സെയിം ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. എന്നിട്ട് ആ പ്രോഫിറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുത്തതിന് ശേഷം, അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വീതിക്കണം. ടുഗദർ വിത്ത് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റോട് വേണം. അതായത് ബാലൻസ് ഷീറ്റും ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ചെയ്യണം എന്നർത്ഥം.
ആസ് ഓൺ 31st December 2019, 2019 ഡിസംബറിലുള്ളതാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി നമുക്കിത് വെച്ചുകൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇവിടെ പിന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഫസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം ആദ്യം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് മെഷേഴ്സ് എംബാർഎസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പേരിൻ്റെ മുമ്പ് ചേർക്കുന്ന അതാണ് കേട്ടോ. അത് മെഷേഴ്സ് എന്നാണ് വായിക്കുക. അപ്പോൾ മിസ്റ്റർ മിസ്സിസ് എന്നൊക്കെ നമ്മൾ ചേർക്കൂലേ ആളുകളുടെയൊക്കെ പേരിൻ്റെ മുമ്പ്, അതുപോലെ സ്ഥാപനത്തിൻ്റെ മുമ്പേ ചേർക്കുന്നതാണ് ഈ എംബാർഎസ് എന്നുള്ളത്. അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് A-B&C എന്ന സ്ഥാപനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st December 2019. 2019 എൻഡിലുള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ തന്ന ഡീറ്റെയിൽസ് നോക്കിയേ. ക്രെഡിറ്റേഴ്സ് ഉണ്ട് 6040 രൂപ ക്രെഡിറ്റേഴ്സ്. അതായത് നമുക്ക് ആ പീരീഡിൻ്റെ എൻഡിൽ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സിനെ പറ്റി മറ്റൊക്കെ പറഞ്ഞില്ലേ ആ പാരഗ്രാഫിനകത്ത്. അപ്പോൾ ആ ഡാറ്റയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എൻഡിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. 6040 അത് നമ്മളിവിടെ ലാഭിച്ചിട്ട് ഞാൻ പറയാം ആദ്യം. 6040 എഴുതി. അത് എവിടെയാണ് തന്നിട്ടുള്ളത് മനസ്സിലായല്ലോ? താഴെയുള്ള പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. 2019 ഡിസംബർ 31 അവരുടെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ രൂപം എത്ര എഴുതുന്നു പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എടുത്ത് എഴുതുന്നു. ക്രെഡിറ്റേഴ്സ് 6040. പിന്നെ എഴുതുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? ഇത് ഫിക്സഡ് മെത്തേഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യില്ല, ഓരോ വർഷവും ചേഞ്ച് വരില്ല ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പോൾ 2018 ആ ക്വസ്റ്റ്യനിൽ തന്ന ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ, അതിലെ തന്നെ ക്യാപിറ്റൽ ഇതിലേക്ക് എഴുതാം. A-യുടെ 4500, B 3000, C 1500. അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതിവിടെ നമ്മൾ കോപ്പി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 9000 കിട്ടി. പിന്നെ ഉള്ളത് നമുക്ക് അസറ്റ് സൈഡിലേക്ക് വരാം. അവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. നമ്മൾ നേരത്തെയുള്ള 2018 ബാലൻസ് ഷീറ്റിൻ്റെ മോഡലിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതിന് കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ചേർക്കും വേണം. ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് എഴുതുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ക്യാഷ് ഇൻ ഹാൻഡ് ഇത്ര എഴുതുന്നു എന്നുള്ളത് 2019 ഡാറ്റ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ സ്ഥാനത്ത് 3200 എഴുതി. ഡെപ്റ്റേഴ്സ് 4025. ഇതെല്ലാം തന്നെ പാരഗ്രാഫിൽ തന്ന ഐറ്റംസ് ആണ്. ഡെപ്റ്റേഴ്സ് 4025. സ്റ്റോക്ക് ഉണ്ട് 5900 തന്നിട്ടുണ്ട്. പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ട്. അഡ്വാൻസ് പേയ്മെന്റ് ആകുമ്പോൾ നമുക്ക് അസറ്റ് ആണല്ലോ വരിക. അത് 25 രൂപ. പിന്നെ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് പറഞ്ഞിട്ടുണ്ട്. ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്നുള്ളത് ഈ വർഷം തന്ന കണക്കല്ല, അത് കഴിഞ്ഞ വർഷത്തെ 2018 അവരുടെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് ആ വർഷത്തിന്റെ എൻഡ് ആണല്ലോ. 2018 എൻഡിലുള്ള ഡാറ്റയാണ് അത്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 600. 2019 ആകുമ്പോൾ നമ്മളൊരു വർഷം ആ ഒരു അസറ്റിന്റെ വാല്യൂ അത് തന്നെ ആയിരിക്കുമല്ലോ ത്രൂ ഔട്ട് ദ ഇയർ. എൻഡിലല്ലേ നമുക്ക് അതിന്റെ ഡിപ്രീഷിയേഷന് വേണ്ടി ചാർജ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ 600 തന്നെ എടുക്കുന്നു. ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് 600 അകത്ത് എഴുതുക. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേറ്റ് ചെയ്യേണ്ടതിന്റെ എമൗണ്ട്. ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്യേണ്ടത് 7.5% വെച്ചിട്ടാണ്. അപ്പോൾ അതിന്റെ 7% നമ്മൾ മൈനസ് ചെയ്യുക. 600ന്റെ 7% കണ്ടാൽ 45 രൂപ എന്ന് കിട്ടും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 585 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സിന്റെ എൻഡ് വാല്യൂ വരിക 2019 ഡിസംബറിൽ വരുന്നത് 5555 ആയിരിക്കും വരിക. ഓക്കെ, അതേപോലെ അടുത്ത ഐറ്റം അവിടെ ഉള്ളത് മെഷീനറി ആണ്. 1440 രൂപയുടെ മെഷീനറി ഉണ്ട്. അത് 2018 ബാലൻസ് ഷീറ്റ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. 1440. അതിന് നമ്മുടെ അതിന്റെ ഡിപ്രീസിയേഷൻ കുറക്കാൻ പറഞ്ഞ എത്രയായിരുന്നു? ഡിപ്രീസിയേഷൻ വരുന്നത് 144 രൂപയാണ്. അത് പ്ലാന്റ് ആൻഡ് മെഷീനറി 10% ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 1440ന്റെ 10% കണ്ടാൽ 144 രൂപ കിട്ടും. അപ്പോൾ അത് 1440 മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണ് 1296 രൂപ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. എന്നിട്ട് നമ്മൾ ഇത് ബാലൻസ് ചെയ്യുന്നു. ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറന്റ് അക്കൗണ്ട് കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്നാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്തിനു വേണ്ടി ചെയ്യുന്നു? നമ്മൾ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. കറന്റ് അക്കൗണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ സാധാരണ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടണം. ക്ലോസിംഗ് ക്യാപിറ്റലാണ് കിട്ടേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ക്ലോസിംഗ് ഡേറ്റിലാണല്ലോ. ക്ലോസിംഗ് ഡേറ്റിൽ പ്രിപ്പയർ ചെയ്ത ക്ലോസിംഗ് ക്യാപിറ്റൽ വരണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇവിടെ ആ ക്യാപിറ്റൽ ഓൾറെഡി ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അതുകൊണ്ട് ഇതല്ല വരേണ്ടത്, നമുക്ക് കറന്റ് അക്കൗണ്ട് ആണ് വരേണ്ടത്. നിങ്ങൾ 2018 ആ ക്വസ്റ്റ്യനിൽ നിന്ന് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം.
അതിന്റെ അസറ്റ് സൈഡിൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരു സിയുടെ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? അതേപോലെ നമുക്ക് ഇതിന്റെ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് വരികയാണ് മൊത്തത്തിൽ വരേണ്ടത്. ഈ കറണ്ട് അക്കൗണ്ടാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തുല്യം തന്നെയാണ്. മനസ്സിലായല്ലോ? ഈ കറണ്ട് അക്കൗണ്ടിലാണ് എല്ലാ മാറ്റങ്ങളും വരുന്നത്. അവരെല്ലാ കുറക്കലുകളും കൂട്ടലുകളും അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടുകൾ വഴിയാണ്. അപ്പൊ ആ കറണ്ട് അക്കൗണ്ടാണ് നമുക്ക് ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ ക്ലോസിംഗിലെ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് കിട്ടണം. അത് തന്ന വിവരങ്ങളിൽ ലഭ്യമല്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലോസിംഗ് ഡേറ്റിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഡാറ്റ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിത് ബാലൻസ് ചെയ്യുമ്പോൾ ഈ ഭാഗം കൂട്ടി നോക്കിയാൽ ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലും കൂട്ടുമ്പോൾ 15040 വരും. ഈ ഭാഗത്ത് മൊത്തം കൂട്ടി നോക്കുക, ടോട്ടൽ 15040. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആയിട്ട് 39 കിട്ടും. ഓക്കെ, അസറ്റ് സൈഡിൽ 39 ഡിഫറൻസ് വരും. ഇത് ബാലൻസ് ഫിഗർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ 39 കുറവായിരിക്കും, ഷോർട്ട് ആയിരിക്കും. ആ ഷോർട്ടിന് നേരെയാണ് നമ്മൾ എന്താ എഴുതുന്നത്? കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്സ് ഓഫ് എ, ബി ആൻഡ് സി. അപ്പൊ ഇവിടെ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് വന്നു. അപ്പൊ ഈ ഭാഗത്താണ് കറണ്ട് അക്കൗണ്ട് വന്നിട്ടുള്ളത്. അതായത് അവർക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത്. അതില് മൈനസ് ഫിഗർ ആണത്. അതുകൊണ്ടാണ് ഈ ഡെബിറ്റ് സൈഡിൽ അസറ്റ് സൈഡിലേക്ക് വരുന്നത്. അപ്പൊ കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്, സാധാരണ ഇതിൽ കറണ്ട് അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ഏത് സൈഡിലാണ് ഉണ്ടാവുക? ലാബിലിറ്റി സൈഡിലാണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അത് അസറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലോസ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തു. അതിന്റെ ഉത്തരവും കിട്ടി. എന്ത് കിട്ടി? കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്സ് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പ്രോഫിറ്റ് കാണാം. ആദ്യം പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും: സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് എ, ബി ആൻഡ് സി ഫോർ ദി ഇയർ എൻഡഡ് 30 ഡിസംബർ 2019. ഓക്കെ, നമ്മൾ ആദ്യം എന്താ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം? നമ്മൾ നേരത്തെ പ്രൊഫോമയൊക്കെ കണ്ടല്ലോ. പ്രൊഫോമയിൽ എന്താ ആദ്യം എഴുതിയിരുന്നത്? കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്? കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പ്രോബ്ലത്തിൽ ഇവർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് എന്താണ് വരിക? കറണ്ട് അക്കൗണ്ട് ആണ് വരിക. ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്തിട്ട് ചെയ്യൂല. ക്യാപിറ്റലുമായിട്ടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യൂല. ക്യാപിറ്റലിന് പകരം എല്ലാം അവർ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ട്സ് വഴിയായിരിക്കും. അതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കേണ്ടുന്നത് ഏതാണ്? കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് എടുക്കേണ്ടത്. അത് തന്നെ ക്ലോസിംഗ് ബാലൻസ് എടുക്കണം. അപ്പൊ 2019 അത് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്സ് ഓഫ് എ, ബി ആൻഡ് സി ഓൺ 31/12/19 ആണല്ലോ വേണ്ടത്. അത് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചില്ലേ? 39 ആ അസറ്റ് സൈഡിൽ കിട്ടിയിരുന്നു. അസറ്റ് സൈഡിൽ 39 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് മൈനസ് ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് -39. ഓക്കെ, ഇനി അതിനോട് കൂടെ ആഡ് ഡ്രോയിങ്സ്. അതിന് സാധാരണ പോലെ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. ഡ്രോയിങ്സിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എ 1400 വിഡ്രോ ചെയ്തു, അതൊക്കെ പാരഗ്രാഫിലാണുള്ളത്. ബി 1000, അതുപോലെ തന്നെ സി 680 വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം കൂട്ടുമ്പോൾ 3050 ആയി. അത് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്സിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ -39, ഇവിടെ 3050 ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് 3050 -39 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 3011 രൂപ എന്ന് കിട്ടും. 3011. അതിനോടുകൂടെ ലെസ് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്സ് ഓഫ് എ ആൻഡ് ബി, അതായത് ഓപ്പണിംഗ് അല്ലേ നമ്മൾ മൈനസ് ചെയ്യുക. അവിടെ നിന്ന് ആ വർഷത്തിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരുന്നു നേരത്തെ മൈനസ് ചെയ്തിരുന്നത്. മറ്റേ രീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ ക്യാപിറ്റൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യണം. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ല ചെയ്യുക, ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് ആണ് ചെയ്യേണ്ടത്. ഈ ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതിന്റെ ഫിഗേഴ്സ് 2018 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ട്. 2018 അതിന്റെ ഫിഗർ ഉണ്ടല്ലോ, അത് ക്ലോസിംഗ് ഡേറ്റ് അല്ലേ? 31/12/2018 31/12/2018 കറണ്ട് അക്കൗണ്ട്സ് ആണ് അവിടെ ഉള്ളത്. അത് തന്നെയാണല്ലോ 2019 ഓപ്പണിംഗ് വരിക. പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം 1/1/19 ഓപ്പണിംഗ് അതല്ലേ വരിക. അപ്പോൾ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ബാലൻസ് ഷീറ്റിൽ തന്ന ഫിഗേഴ്സ് ആണ് ഓപ്പണിംഗ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ അത് എടുക്കുക. ലെസ് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്സ് ഓഫ് എ, ബി ആൻഡ് സി ഓൺ 1/1/19. അതിൽ എയുടേത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ലാബിലിറ്റി സൈഡിൽ വരിക. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതാണ് ലാബിലിറ്റി സൈഡിൽ വരിക. അപ്പോൾ എ എന്ന് എഴുതിയിട്ട് സി ആർ എടുക്കുന്നതാണ്. സി ആർ ഇത് 145. ബിയുടേതും ക്രെഡിറ്റ് ആണ്. അപ്പോൾ 100. അപ്പോൾ മൊത്തത്തിൽ എത്രയായി? 245 ആയി. ഓക്കെ, നമ്മൾ ഓരോന്നോരോന്നല്ല ചെയ്യുക, കമ്പൈൻഡ് ആണ് ചെയ്യുക, എല്ലാം കൂടെ ചേർത്തിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ സിയുടേതാണ്. സിയുടേത് ആ ലാബിലിറ്റി സൈഡിലില്ല, അസറ്റ് സൈഡിലാണ്. കറണ്ട് അക്കൗണ്ട് സി എന്നാണ് ബ്രാക്കറ്റിൽ 170 കൊടുത്തിട്ടുണ്ട്. കാരണം അയാളുടെ അക്കൗണ്ടിൽ അത് ലോസ് ആണ്. അപ്പോൾ സി ബ്രാക്കറ്റിൽ DR. അപ്പോൾ 245 താഴെ 170. ഇനി ഇത് തമ്മിൽ കൂട്ടും. ഒന്ന് മൈനസ് ആണ്. 245 പ്ലസ് 170 മൈനസ് ആണ്. അപ്പോൾ 245 നിന്ന് 170 മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 75 രൂപ എന്ന് കിട്ടും. സോ
ഈ 3075 കൂടെ ആഡ് ചെയ്യുന്നു, അങ്ങനെ 2936 രൂപ. ഇതെന്താണ്? പ്രോഫിറ്റ് മേഡ് ഡ്യൂറിംഗ് ദി ഇയർ ബിഫോർ അലോയിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത് ക്യാപിറ്റലിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതിന് മുമ്പേ സ്ഥാപനത്തിന് ഉള്ള പ്രോഫിറ്റ് ആണ് ഏത്? 2936. അപ്പൊ ഇനി ഇവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലൂടെ കൊടുക്കുന്നുണ്ട്, അത് കുറക്കണം. ഇതിൽ നിന്ന് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കിയിട്ട് അതിന്റെ 5% ഇവർക്ക് സ്ഥാപനം പലിശ ഇനത്തിൽ നൽകുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, എയുടെ ക്യാപിറ്റൽ എത്രയാണ്? 4500 രൂപയാണ്. അത് എവിടെ നിന്ന് കിട്ടും? 2018 ബാലൻസ് ഷീറ്റിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 3 ആളത്തും തന്നിട്ടുണ്ട്. എ 4500, ബി 3000, സി 1500. അപ്പോൾ എയുടെ നേരെ 4500 ഇൻറ്റു അതിന്റെ 5%. 4500 5% കണ്ടാൽ 225 രൂപ. ബിയുടെ 3000 ഇൻറ്റു 5% 150. And that of C 1500 into 5% equals 75 rupees. Then we add all these three numbers. ഈ 3 നമ്പർ ആഡ് ചെയ്യുക, 225, 150, 75. Then അത് 480 രൂപ എന്ന് കിട്ടും. അപ്പോൾ 2936 ആ 36 നിന്നും സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആണ് 2936. അതിൽ നിന്നും സ്ഥാപനം 480 രൂപ ഇൻട്രസ്റ്റ് ഇനത്തിൽ പാർട്ട്നേഴ്സിന് നൽകുകയാണ്. അപ്പോൾ അത് മൈനസ് ചെയ്യണം, സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് കുറയല്ലേ ചെയ്യാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ 2486 രൂപ എന്ന് കിട്ടും. 2486 രൂപ. അതാണ് നെറ്റ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ആ സ്ഥാപനത്തിന്റെ ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് നേടിയിട്ടുള്ളത് 2486 രൂപയാണ്. ഇനി നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നെറ്റ് പ്രോഫിറ്റ് വന്നാൽ ആ നെറ്റ് പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ടു ബി ഡിവൈഡഡ് അമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് പാർട്ട്നേഴ്സ് ഇൻ ദി അഗ്രീഡ് റേഷ്യോ. അവരുടെ അഗ്രീഡ് റേഷ്യോ നമ്മൾ വീതിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കണ്ടോ താഴെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് എയുടെ ഷെയർ എത്രയാണ്? 2486 സ്ഥാപനത്തിന്റെ ലാഭം. ആ 2486 ഇൻറ്റു എത്രയാണ് അയാളുടെ പോർഷൻ വന്നത്? 1/2 അല്ലേ? അത് റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എയുടേത് 1/2, ബിയുടേത് 1/3, സിയുടേത് 1/6 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ 2486 ഇൻറ്റു 1/2 ഈക്വൽസ് 1243. അപ്പോൾ എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1243 ആണ്. ബിയുടെ ഷെയർ അതുപോലെ തന്നെ കാണാം, 2486 ഇൻറ്റു 1/3. ഈ 1/3 വരുന്നതൊക്കെ അവിടെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് അവരുടെ റേഷ്യോ 828. ആൻഡ് സി ഷെയർ 2486 ഇൻറ്റു 1/6. അപ്പോൾ 415 എന്ന് കിട്ടും. അങ്ങനെ 3 പേർക്കും ആ വന്നിട്ടുള്ള പ്രോഫിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തു, ഇവരുടെ ലാഭം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ ഫൈനൽ ഡേറ്റിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ചെയ്തത് ഇത് ഈ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടല്ലല്ലോ, അത് നമ്മൾ അവരുടെ ക്ലോസിംഗിലെ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്തത്. ഇനി നമ്മൾ അവരുടെ യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്യാണ്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓഫ് BNC ആസ് ഓൺ 31st December 2019. അപ്പോൾ അതിലേക്ക് വരുന്നു നമുക്ക് ആദ്യം അസറ്റ് സൈഡിലേക്ക് പോവാം. അസറ്റ് സൈഡിൽ നമുക്ക് ക്യാഷ് എന്ന് കാണാം. ക്യാഷ് ഇവിടെ ഈ ഹെഡിങ്ങിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. മുകളിൽ അത് ബുക്കിൽ വന്ന പ്രിന്റിൽ വന്ന മിസ്റ്റേക്ക് ആണ്. ലാബിലിറ്റീസ് എന്നുള്ള ഇതിന്റെ ഹെഡിങ് ആണ്. ഇവിടെ അസറ്റ് എന്നുള്ള എമൗണ്ട് പോലത്തിലെ കൊണ്ടുപോയി എഴുതിയിട്ടുള്ളത്, അത് ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്യാഷ് 3200 രൂപയാണ് ക്ലോസിംഗിലുള്ളത്. നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു, അതിന്റെ ക്ലോസിംഗ് ബാലൻസിൽ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പാരഗ്രാഫുകളിൽ നോക്കിയിട്ട് എഴുതിയാലും മതി, തെറ്റാതെ എഴുതണമെന്നുണ്ടെങ്കിൽ. ക്ലോസിംഗ് റേറ്റിലെ ക്യാഷ് 3200 രൂപ, ഡെപ്റ്റേഴ്സ് 4025 രൂപ, അഡ്വാൻസ് പേയ്മെന്റ് 25 രൂപ. ഇതൊക്കെ അവിടുന്ന് കോപ്പി ചെയ്യുന്നതാണ്, അവിടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എഴുതിയാൽ മതി. സ്റ്റോക്ക് 5900 രൂപ, അതിലൊന്നും മാറ്റമില്ല. പിന്നെ ഉള്ളത് ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, 600 രൂപ നമ്മൾ ചെയ്താണ്. അത് ലെസ് ഡിപ്രീസിയേഷൻ അതിന്റെ 45 രൂപ അതിന്റെ പുറത്തുള്ള ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. 7% ഡിപ്രീസിയേഷൻ, അപ്പോൾ 585 രൂപ കിട്ടും. മെഷീനറി 1440 ഉണ്ടായിരുന്നു, അതിന്റെ ഡിപ്രീസിയേഷൻ 10%. അപ്പോൾ 144 മൈനസ് ചെയ്യുന്നു 1296. ദെൻ പിന്നെ വരുന്നത് സിയുടെ, ഇത്രയും നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാണ്, അത് എവിടെയും കോപ്പി ചെയ്താൽ മതി. പക്ഷെ ഇനി നമ്മൾ ഈ പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം. ഇപ്പോൾ സീസ് കറണ്ട് അക്കൗണ്ട് ആസ് ഓൺ 1/1/19, അവിടെ പഴയ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. 2018 ക്വസ്റ്റ്യനിൽ ആദ്യം തന്ന ആ ഒരു ബാലൻസ് ഷീറ്റ് കണ്ടാൽ അവിടെ കറണ്ട് അക്കൗണ്ട് ഓഫ് സി അവിടെ തന്നിട്ടുണ്ട്. സീസ് കറണ്ട് അക്കൗണ്ട് അത് തന്നെ വീണ്ടും നമ്മൾ എടുത്ത് എഴുതുന്നു. സീസ് കറണ്ട് അക്കൗണ്ട് ആസ് ഓൺ 1/1/19 ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നത് 170 രൂപയായിരുന്നു. ഓക്കെ,
പിന്നെ ആഡ് ഡ്രോയിങ്സ്. അപ്പോൾ ഇയാൾ മൈനസിലാണ് കിടക്കുന്നത്. 170 മൈനസ് ഫിഗർ ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. മൈനസ് ഫിഗർ ആണ് 170 രൂപ ഇയാൾ സ്ഥാപനത്തിലേക്ക് കൊടുക്കാനാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ആ സമയത്താണ് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നത്. ആഡ് ഡ്രോയിങ്സ്. സാധാരണഗതിയിൽ നമ്മൾ ലെസ് ആണ് ചെയ്യുക ഡ്രോയിങ്സ്, പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ എല്ലാം ഓപ്പോസിറ്റിലാണ് വരിക. ഓക്കെ, അപ്പോൾ കാരണം ഡ്രോയിങ്സിലേക്ക് ആഡ് ചെയ്യുന്നത് 170 ഓൾറെഡി ഇയാൾ മൈനസ് അല്ലേ. അപ്പം പൈസ അയാളുടെ പേരിൽ അയാൾക്ക് അവകാശപ്പെട്ട പൈസ അല്ല സ്ഥാപനത്തിൽ. അപ്പോൾ വീണ്ടും അയാൾ 650 രൂപ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അയാൾ വീണ്ടും മൈനസിൽ നിന്ന് വീണ്ടും മൈനസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 170ലേക്ക് 650 ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ 820 എന്ന് കിട്ടും. ഓക്കെ, ഈ 820 നിന്ന് പിന്നെ അയാൾക്ക് സ്ഥാപനം അയാളുടെ ക്യാപിറ്റലിന്റെ പുറത്ത്, അതായത് 1500 രൂപ ക്യാപിറ്റലിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് അനുവദിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് 75 രൂപ അയാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അയാളുടെ ആ മൈനസ് അത്ര കണ്ട് കുറയൂലേ. 820 നിന്ന് ആ 75 അയാൾക്ക് ക്രെഡിറ്റ്, അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ആ ലാബിലിറ്റി ഒന്ന് കുറയും. 820 നിന്ന് 75 മൈനസ് ആ ചെയ്യേണ്ടത്. ഇവിടെ ആഡ് ചെയ്യരുത്. ഇൻട്രസ്റ്റ് അയാൾക്ക് കിട്ടുന്നതായതുകൊണ്ട് 75 അത് മൈനസ് ചെയ്ത് 745 രൂപ എന്ന് കിട്ടും. ഓക്കെ, പിന്നെ വീണ്ടും എന്ത് ലെസ് വരും, എന്ത് പ്രോഫിറ്റ് ലെസ് ചെയ്യും. ഇയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടു. അയാൾക്ക് ലാഭം കിട്ടിയതിന്റെ ഓഹരി അയാളുടെ ഷെയർ വന്നിരുന്നത് 415 രൂപയാണ്. അപ്പോൾ 715 രൂപ അയാൾ മൈനസിൽ കിടക്കുകയാണ്. അതിലേക്ക് പ്രോഫിറ്റ് കയറാണ്. അത് പ്ലസ് ആണല്ലോ, 415 പ്ലസ് ആണ്. അപ്പോൾ 745 മൈനസിലേക്ക് 415 പ്ലസ് കയറി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് 330 ആവും. ഓക്കെ, അത് മൈനസ് തന്നെയാണ് വീണ്ടും. അപ്പോൾ 330 ആണ് ഇയാളുടെ കറണ്ട് അക്കൗണ്ട് മൈനസ് ആണ് കാണിക്കുന്നത് 330. അതുകൊണ്ട് ഇവിടെ ഈ സൈഡിൽ വരും. അപ്പോൾ ഇയാളുടെ ഈ ഭാഗം ഓക്കെ ആയി മൊത്തത്തിൽ. പിന്നെ നമുക്ക് ഈ ലാബിലിറ്റി സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് 6040 അത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചാണ്, അവിടെ ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ അതേപോലെ തന്നെ എഴുതുന്നു. ABC 4500 3500 ടോട്ടൽ 9000 അതിങ്ങനെ എഴുതും. പിന്നെ എയുടെ കറണ്ട് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിലെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ളത്. പഴയ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ ഓർഡറിലാണ് എഴുതിയാൽ മതി. എസ് കറണ്ട് അക്കൗണ്ട് ആസ് ഓൺ 1/1/19. ആ സമയത്ത് അയാളുടെ കറണ്ട് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് 145 രൂപയാണ്. ഓക്കെ, ആഡ് അതിലേക്ക് എന്താ ആഡ് ചെയ്യണം, അയാൾക്ക് ഈ വർഷം കിട്ടിയ പ്രോഫിറ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കിയാൽ അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് കാണാം 1243 ദാറ്റ് ഈസ് പ്രോഫിറ്റ്. സോ ഈ 145 കൂടെ ഈ 1243 കൂടെ ആഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്ട്, എല്ലാം കൂടെ ഒന്നിച്ചാ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് അയാൾക്ക്. ഹി ഗെറ്റ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽസ് ഓഫ് ദി ഇൻട്രസ്റ്റ് എമൗണ്ട് ഷുഡ് ഓൾസോ ബി ആഡഡ് 225. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നു. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ the total comes 1613. From this figure then we need to less the drawings മൈനസ് ചെയ്യണം. ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഡ്രോയിങ്സ് 1400 രൂപയാണ്. അപ്പോൾ 1613 രൂപയായി മൊത്തത്തിലുള്ളത്. അതിൽ നിന്ന് ഡ്രോയിങ്സ് 1400 അയാൾ എടുത്തുകൊണ്ട് പോയി. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അയാളുടെ കറണ്ട് അക്കൗണ്ടിലുള്ളവ 213 ഇവിടെ നിങ്ങൾ കണ്ടോ ഈ മെത്തേഡിന്റെ പ്രത്യേകത. ഇവിടെ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അത് ആഡ് ചെയ്യുന്നതും ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നത് ഡ്രോയിങ്സ് ലെസ് ചെയ്യുന്ന എല്ലാം ഏതിലൂടെയാണ്, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലൂടെയാണ്. ക്യാപിറ്റൽ അവർ ടച്ച് ചെയ്യുന്നതല്ല. അതാണ് ഈ ഒരു രീതിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത്ര കോംപ്ലിക്കേഷൻ ആയ രീതിയിൽ ഇത് ചെയ്യേണ്ടി വരുന്നത്. ഇത് ഈ സാധാ രീതിയിലാണെങ്കിൽ എല്ലാം ക്യാപിറ്റലോട് കൂടെ ചെയ്താൽ മതി. ഇത്ര ബുദ്ധിമുട്ടില്ല, അത്ര കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇതെല്ലാം ചെയ്യേണ്ടി വരും, പക്ഷേ അത് ഈ ഫിഗറിനോട് കൂടെ തന്നെ നമുക്കെല്ലാം ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് ബിയുടെ കറണ്ട് അക്കൗണ്ട് ആണ്. ബിയുടെ കറണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് നോക്കിയാൽ കാണാം 1/1/19. ഇങ്ങനെ ഡേറ്റിലൊരു കറണ്ട് അക്കൗണ്ട് ഇല്ല, ഈ ഡേറ്റിലില്ല. നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്, 31/12/18 അതിന്റെ പിറ്റേ ദിവസം തന്നെയാണല്ലോ 1/1/19. അപ്പോൾ അത് തന്നെയാണ് ഓപ്പണിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് വരുന്നത് 100 ആണ്. 100 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനോട് കൂടെ ആഡ് പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. അത് നമുക്ക് നേരത്തെ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ പ്രോഫിറ്റിന്റെ ഭാഗം വരിക 828 ആണ്. ഇവിടെ തന്നത് 150 ആണ്. അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി. ഇൻട്രസ്റ്റ് ആണ് 150 വരുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ആണ് 150. ഇവിടെ അച്ചടിച്ച് വന്നപ്പം ഇൻട്രസ്റ്റിന് നേരെ 828 എഴുതിയിട്ടുള്ളത്, പ്രോഫിറ്റിന്റെ നേരെയാണ് 828 എഴുതേണ്ടത്, ഇൻട്രസ്റ്റിന് നേരെ 150 എഴുതണം. അത് തിരിച്ചെഴുതിയാൽ മതി. ഓക്കെ, ടോട്ടലിൽ വ്യത്യാസമൊന്നുമില്ല. 1078. അതിൽ നിന്ന് അദ്ദേഹം വിഡ്രോ ചെയ്തിട്ടുള്ളത് 1000 രൂപ. അത് മൈനസ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 78 രൂപ ഉണ്ടാവും. അപ്പോൾ എയുടെ കറണ്ട് അക്കൗണ്ട് 213, ബിയുടെ കറണ്ട് അക്കൗണ്ട് 78, സിയുടെ കറണ്ട് അക്കൗണ്ട് 330 മൈനസ് ആയിരിക്കും. ഇത്രയാണുള്ളത്. ഓക്കെ, ഇതോടുകൂടെ ഈ സ്റ്റേറ്റ്മെന്റ് അവസാനിക്കും. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ഡേറ്റിലെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് വരാം. അപ്പോൾ ഇപ്പം ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൺവേർഷൻ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലായിരുന്നു ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത്. ഇനി കൺവേർഷൻ മെത്തേഡാണ്, അതായത്
സിംഗിൾ എൻട്രി ഡബിൾ എൻട്രിയിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും സമയം ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.